തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കൂടെ ചേർക്കാൻ പറ്റിയവരെ ചേർത്ത് നിർത്താൻ മുന്നണികൾ ശ്രമിക്കുന്ന കാലം. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുയുഗ യാത്ര ആരംഭിച്ചു. കാസർഗോഡ് നിന്ന് എന്നിട്ട് തുടങ്ങിയത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം പറഞ്ഞാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട്. മിന്നൽ വേഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾ മാറിമറിയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു, അതിലൊരു കുഴപ്പവുമില്ല എന്നാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ പ്രതിപക്ഷ നേതാവ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ ഞങ്ങൾ UDF വേണ്ട എന്നാണ്. ഞാൻ തൃക്കാക്കര ഇലക്ഷന്റെ പീക്കിൽ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് പറഞ്ഞേക്കുന്നത്? ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ ഞങ്ങൾ പോവില്ല, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളുടെ വോട്ട് കൊണ്ട് ഉമാ തോമസ് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളല്ലേ. ഒരു കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അവര് ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ. ജമാഅത്തെ ഇസ്ലാമി മറ്റു മുസ്ലിം സംഘടനകളെ പോലെ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തമായിട്ടുള്ള മതസംഘടന. മതത്തിലേക്ക് രാഷ്ട്രീയാധികാരത്തെ, ആ സ്വപ്നങ്ങളെ സന്നിവേശിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വ്യക്തിയില്ല. വാചക ശൈലിയിൽ ദേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അതാത് രാഷ്ട്രീയ നിലപാടുകൾ ആ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രത്യയശാസ്ത്രം മാറി, അവരുടെ നിലപാട് മാറി, അവർ മൗദൂദിയെ ഉപേക്ഷിച്ചു, അവർ പുതിയ രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചു എന്നൊന്ന് പറയുന്നതിന് വസ്തുതാപരമായ അടിത്തറയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫി പിന്തുടരുന്നവരാണ്. ദൈവരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നിരാകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം നേരത്തെ കേൾപ്പിച്ചല്ലോ. അതുകൊണ്ട് ആ ആശയധാരയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്മാറി, ആശയധാരയിൽ നിന്ന് പിന്മാറിയതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്.